ഈ വന്ന രണ്ട് ബലാത്സംഗ കേസുകളിൽ ടൈം ഓഫ് സീക്വൻസ് എന്ന് പറയുന്ന ആദ്യം വന്ന കേസ് എന്ന് പറഞ്ഞാൽ ബലാത്സംഗം ചെയ്ത് ഗർഭചിത്രം നടത്തിയെന്ന കേസാണ്. ആ കേസിൽ രാഹുൽ മാങ്കുട്ടത്തിൽ MLA തുടക്കത്തിൽ ആരോപണം ഉയർന്ന ഘട്ടത്തിലേക്ക് പരാതി എവിടെ എന്ന മറുചോദ്യത്തിൽ വലിയൊരു ഡിഫൻസ് ആണ് എടുത്തത്. പിന്നീട് ഈ പറയുന്ന അതിജീവിത മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയതോടെ രാഹുൽ മാങ്കുട്ടത്തിൽ അന്ന് ഒരൊറ്റ മുങ്ങിയതാണ്. പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞാണ് പൊങ്ങിയത്. ഈ ഒളിവ് കാലത്തിനിടയിലാണ് രണ്ടാമത്തെ കേസും സമാനമായി വരുന്നത്. ഈ കേസിന്റെ ഒരു ക്രോണോളജി എടുത്ത് പരിശോധിച്ചാൽ ആദ്യം KPCC അധ്യക്ഷന് മുമ്പാകെ ഈ പറയുന്ന രണ്ടാമത്തെ അതിജീവിത ഒരു പരാതി കൊടുക്കുന്നു. KPCC അധ്യക്ഷൻ ഈ പരാതി നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൈമാറുന്നു. അങ്ങനെ രണ്ടാമത്തെ കേസ് ഉണ്ടാകുന്നു. അതായത് ആദ്യത്തെ കേസിൽ ഈ പറയുന്ന ഗർഭചിത്രം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുട്ടത്തിൽ MLA ഒളിവിലിരിക്കുന്ന കാലത്തിൽ വന്ന രണ്ടാമത്തെ കേസാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കുട്ടത്തിൽ MLA സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കേസുകളിലും മുൻകൂർ ജാമ്യത്തിനടക്കം അപേക്ഷിക്കാൻ കൃത്യമായ സമയപരിധി കിട്ടി. അതായത് ആദ്യത്തെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ സമർപ്പിക്കുന്നു. അവിടെ വെച്ച് ഈ കേസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഈ പറയുന്ന സെഷൻസ് കോടതി തള്ളുന്നു. തുടർന്ന് അപ്പലേറ്റ് കോടതിയായ ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നു. ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിലാണ് രണ്ടാമത്തെ കേസ് രാഹുൽ മാങ്കുട്ടത്തിൽ MLAക്കെതിരെ വരുന്നത്. എന്നാൽ ആദ്യത്തെ കേസിൽ രാഹുൽ മാങ്കുട്ടത്തിൽ MLAക്ക് ഈ പറയുന്ന പോലെ ഹൈക്കോടതി അറസ്റ്റ് തടയുന്നു. പക്ഷെ അപ്പോഴും രാഹുൽ മാങ്കുട്ടത്തിൽ MLA വെളിച്ചത്ത് വരാൻ തയ്യാറായില്ല. രണ്ടാമത്തെ കേസിന്റെ സ്റ്റാറ്റസും നോക്കട്ടെ, ആ കേസിലും വിടുതൽ കിട്ടട്ടെ, ആ കേസിലും മുൻകൂർ കിട്ടട്ടെ, അറസ്റ്റ് ഒഴിവാക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകട്ടെ എന്ന് കാത്തുകാത്തുന്ന രണ്ടാമത്തെ കേസിലും, അതായത് ബംഗളൂരിൽ താമസിക്കുന്ന ഒരു 21-കാരിയെ വിവാഹ വാഗ്ദാനം നൽകി നാട്ടിലെത്തിച്ച് ബലാത്സംഗം ചെയ്തെന്ന കേസിൽ, ആ കേസിൽ പെൺകുട്ടി നൽകിയ മൊഴിയടക്കം പരിശോധിക്കുമ്പോൾ അതിക്രൂരമായ ഒരു ബലാത്സംഗമാണ് നടന്നത്. അതിന്റെ ട്രോമയിൽ നിന്ന് മുക്തമാകാൻ തന്നെ ആ പെൺകുട്ടി വർഷങ്ങളെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഇത് അത്രത്തോളം ക്രൂരമായി നടന്നൊരു ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി ഈ പറഞ്ഞതുപോലെ മുൻകൂർ ജാമ്യം നൽകുന്നു. അതായത് ആദ്യത്തെ കേസിൽ ഹൈക്കോടതി ഈ പറയുന്ന പോലെ അറസ്റ്റ് തടയുന്നു, അതായത് അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കുന്നില്ല. രണ്ടാമത്തെ കേസിൽ ഈ പറയുന്ന പോലെ തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകുന്നു. അതായത് ആകെ മൊത്തം സേഫായി പതിവ് പോലെ ലൈംലൈറ്റിലേക്ക് ഈ രാഹുൽ മാങ്കുട്ടത്തിൽ MLA വരുന്ന ഘട്ടത്തിലാണ് മൂന്നാമത്തെ കേസ് എന്ന് മനസ്സിലാക്കുന്നു. ഈ കേസിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്, കേസ് എപ്പോഴാണ് രജിസ്റ്റർ ചെയ്യുന്നത്, ആർക്ക് മുമ്പാകെയാണ് ഈ കേസ് എത്തുന്നത്, ഇമെയിൽ വഴിയാണോ കേസ് എത്തുന്നത്, അതിനപ്പുറത്തേക്ക് പത്തനംതിട്ടയിൽ നടക്കുന്ന പോലീസ് സംഘം ഈ കൂട്ടത്തിൽ ഉണ്ടായെന്ന് മനസ്സിലാക്കുന്നു. അതായത് അതീവ രഹസ്യമായ അർദ്ധരാത്രി ഓപ്പറേഷൻ പശ്ചാത്തലമായ കേസ് എന്താണ്, ഈ കേസിന്റെ വിശദാംശങ്ങളിലേക്ക്, അതായത് ഈ കേസ് എപ്പോഴാണ് വരുന്നത്, കേസ് ആർക്കാണ് നൽകുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അടക്കം കേസ് എത്തുന്നുണ്ടോ, അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ടോ, ഇതടക്കം സംബന്ധിച്ച് പുതിയ കേസിന്റെ ഏതെങ്കിലും ഡീറ്റെയിലുകൾ, സ്റ്റാറ്റസുകൾ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാണോ ഷംന? സുഹൈൽ, ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എങ്കിലും 3 ദിവസം മുൻപ് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഇമെയിൽ വഴിയാണ് ഈ പരാതി ലഭിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അന്ന് തൊട്ട് തന്നെ ഈ അന്വേഷണ സംഘം കൃത്യമായി ഇതിൽ രഹസ്യമായി ഒരു ഇടപെടലാണ് ഉണ്ടായത്. രഹസ്യമായി തന്നെ പാലക്കാട് എത്തുന്നു. അതിനുശേഷം രാഹുൽ താമസിക്കുന്ന KPM ഹോട്ടലിൽ മഫ്തിയിൽ താമസിക്കുന്നു. ഇങ്ങനെ വളരെ രഹസ്യമായാണ് അന്വേഷണ സംഘം നീങ്ങിയത്. ഇമെയിൽ വഴി ലഭിച്ച പരാതിയെ തുടർന്ന് പിന്നീട് കേസെടുക്കുകയും മറ്റ് നടപടികളിലേക്ക് കടക്കുകയുമായിരുന്നു. എന്തായാലും ഇത് രഹസ്യമാക്കി വെക്കാനുള്ള കാരണം ആദ്യഘട്ടത്തിൽ നവംബർ 27-ന് ആദ്യ പരാതി വരുന്നു. അന്ന് മുങ്ങിയ രാഹുൽ മാങ്കുട്ടത്തിൽ MLA പിന്നീട് 2 ആഴ്ചയ്ക്ക് ശേഷം ഡിസംബർ 11-ന് പാലക്കാട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അന്നാണ്, ആ ദിവസമാണ് പിന്നീട് തിരിച്ചു വരുന്നത്. അതുവരെ രാഹുലിനെ ബന്ധപ്പെടാനോ അല്ലെങ്കിൽ രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫുകളെ ഉൾപ്പെടെ കാണാത്ത അല്ലെങ്കിൽ അവരെ ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇതോടുകൂടിയാണ് ഈ രണ്ടാമത്തെ കേസും അതേ തുടർന്നുള്ള നടപടികളും അതീവ രഹസ്യമായി തന്നെ അന്വേഷണ സംഘം വെച്ചത്. എന്തായാലും അങ്ങനെ മഫ്തിയിലെത്തിയ ശേഷമാണ് പിന്നീട് രാഹുലിനെ പിടികൂടുന്നതും ഈ യുവതി പാലക്കാട് എത്തിയിരുന്നു എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ കൂടി നമുക്ക് എന്തായാലും ലഭ്യമായി വരുന്നുണ്ട്. സുഹൈൽ, എന്തായാലും അതിനാടകീയ ഒരു അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, പാലക്കാടിന്റെ MLA, മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ. അദ്ദേഹം ഈ കേസുമായൊക്കെ ബന്ധപ്പെട്ട് ഈ പറയുന്ന റെസിഡൻസ് അസോസിയേഷനിലെ എതിർപ്പൊക്കെ ശക്തമായതോടുകൂടി പാലക്കാട് ഇലക്ഷൻ സമയത്തെടുത്ത ഫ്ളാറ്റൊക്കെ ഒഴിവായി താമസം KPM ഹോട്ടലിലായിരുന്നു. ഈ KPM ഹോട്ടലിലെ ഇന്ന് പതിവ് പോലെ അദ്ദേഹം താമസിക്കാൻ എത്തിയപ്പോഴാണ് രാത്രി ഈ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെയുള്ള അനുരഞ്ജനങ്ങൾ, അതായത് ഈ പറയുന്ന സ്റ്റാഫ് അംഗങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വിട്ട് അവരുടെ വീട്ടുകളിലേക്കും ഓഫീസുകളിലേക്കും എത്തിയെന്ന് ഉറപ്പിച്ച ശേഷമാണ് ഈ പറയുന്നത് പോലെ പത്തനംതിട്ടയിൽ നിന്നെത്തിയ പോലീസ് സംഘം, ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഹോട്ടലിലേക്ക് കയറുന്നത്. ഹോട്ടലിൽ കയറുന്നത് മുതൽ ഓപ്പറേഷൻ വളരെ സീക്രട്ട് ആയിരുന്നു. ഈ കോൺഫിഡൻഷ്യാലിറ്റി, ഈ പറയുന്ന രഹസ്യാത്മകത അത് മെയിൻറ്റെയിൻ ചെയ്യാനായി ആദ്യം തന്നെ അവിടെ ഉണ്ടായിരുന്ന റിസപ്ഷനിസ്റ്റുകളുടെ അടക്കം ഫോണുകൾ ഈ പറയുന്ന അന്വേഷണ സംഘം അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസ് സംഘം പിടിച്ചെടുക്കുന്നു. അതിനുശേഷമാണ് രാഹുൽ മാങ്കുട്ടത്തിൽ MLA കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടികൾ ഉണ്ടായത്. തുടക്കത്തിൽ എതിർത്ത് നിന്ന MLA പിന്നീട് അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഈ പറയുന്ന പോലീസ് സംഘത്തിന് മുമ്പാകെ വിധേയപ്പെടുകയായിരുന്നു. തുടർന്ന് ഈ പറയുന്ന പോലീസ് സംഘത്തോടൊപ്പം രാഹുൽ മാങ്കുട്ടത്തിൽ സ്വകാര്യ വാഹനത്തിലാണ് ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതായത്
പോലീസ് സംഘം എത്തിയത് അത്രത്തോളം കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്താണ്, രഹസ്യാത്മകത മെയിൻറ്റെയിൻ ചെയ്താണ്. ഈ പറയുന്നത് പോലെ അവരുടെ പോലീസ് വാഹനത്തിലല്ല ഈ പോലീസ് സംഘം അവിടെ എത്തുന്നത്, സ്വകാര്യ വാഹനത്തിലാണ് എത്തുന്നത്. സ്വകാര്യ വാഹനത്തിൽ എത്തുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചുറ്റും ആരൊക്കെ ഉണ്ടെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുന്നു. അദ്ദേഹത്തിന്റെ സ്റ്റാഫ് അംഗങ്ങളടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കൊപ്പം ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഹോട്ടലിലേക്ക് കയറുന്നു. ഹോട്ടലിൽ കയറിയതിനു ശേഷം വിവരം ലീക്കാവാതിരിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന റിസപ്ഷനിസ്റ്റുകളുടെ അടക്കം അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളുടെ അടക്കം ഫോണുകൾ പിടിച്ചെടുക്കുന്നതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം അതിതന്ത്രപരമായി, അതിരഹസ്യാത്മകമായി, അതീവ സൂക്ഷ്മമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൊട്ടടുത്ത സ്റ്റേഷനുകളിലോ തൊട്ടടുത്ത പോലീസ് ക്യാമ്പുകളിലോ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എത്തിച്ചിട്ടില്ല. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എവിടെയെന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തത വന്നിട്ടില്ല. അതായത് ഏതോ രഹസ്യ കേന്ദ്രത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കൊണ്ടുപോയിരിക്കുന്നു. അവിടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കാനാണ് സാധ്യത. ഈ കേസായതുകൊണ്ട് തന്നെ ബലാത്സംഗ കേസാണ് മൂന്നാമത്തെ കേസ്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് നടപടികളിലേക്ക് പെട്ടെന്ന് കടക്കും. കാരണം ഇതിനു മുമ്പ് ഈ പറയുന്ന പോലെ ബലാത്സംഗം നടത്തി ഗർഭചിത്രം നടത്തിയെന്ന ആദ്യത്തെ കേസിൽ അതിജീവിത തുടക്കത്തിൽ ആരോപണം ഉന്നയിച്ചപ്പോഴൊക്കെ കേസ് എന്ന പുച്ഛഭാവത്തോടു കൂടി എല്ലാവരെയും നേരിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പിന്നീട് അതിജീവിത മുഖ്യമന്ത്രിക്കടുത്ത് കേസുമായി എത്തിയപ്പോൾ പൊടി പോലും കാണാനില്ലാത്ത രീതിയിൽ അവിടെ നിന്ന് മുങ്ങിയിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആയതും അതീവ രഹസ്യമായാണ്. അതായത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളോടൊപ്പം പരസ്യ പ്രചാരണത്തിനിറങ്ങി വീട് കയറുള്ള പ്രചാരണത്തിലടക്കം സജീവമായി നിൽക്കുന്നതിനിടെ മുഖ്യമന്ത്രിക്ക് മുമ്പാകെ അതിജീവിത പരാതി നൽകിയെന്ന് അറിയുന്ന ഘട്ടത്തിൽ അതായത് അതുവരെ ലൈംലൈറ്റിൽ സജീവമായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പെട്ടെന്ന് അപ്രത്യക്ഷനാകുകയായിരുന്നു. പിന്നീട് ഈ പറഞ്ഞ ഡിസംബർ 11 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എത്തിയത്. അത് വെറുതെ എത്തുകയായിരുന്നില്ല. തനിക്കെതിരെ ഉയർന്നു വന്ന എല്ലാ കേസുകളിലും അറസ്റ്റ് ഉണ്ടാകില്ല, ജയിലിൽ പോകേണ്ടി വരില്ല എന്ന പ്രാഥമിക ഉറപ്പ് ഈ പറയുന്ന കോടതിയിൽ നിന്നടക്കം ലഭിച്ചതിന് ശേഷം, അതായത് ഹൈക്കോടതിയിൽ നിന്ന് അറസ്റ്റ് തടഞ്ഞുള്ള ഉത്തരവും ഈ പറയുന്ന പോലെ രണ്ടാമത്തെ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചതിന് ശേഷം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഡിസംബർ 11 വോട്ട് രേഖപ്പെടുത്തി വീണ്ടും ലൈംലൈറ്റിലേക്ക് എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് നമ്മൾ കണ്ടത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും കോൺഗ്രസ് അനുഭാവ പോസ്റ്ററുകളുമായി മുന്നോട്ട് പോകുന്നു. ഈ പറഞ്ഞത് മണ്ഡലങ്ങൾ സജീവമായി നിൽക്കുന്നു. ഈ പറഞ്ഞതുപോലെ അടുത്ത തെരഞ്ഞെടുപ്പ് ഫോക്കസ് ചെയ്തുള്ള പ്രവർത്തനത്തിലേക്ക് അടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കടക്കുന്നു നമ്മൾ കണ്ടതാണ്. ഈ ഘട്ടത്തിൽ ലൈംലൈറ്റിൽ സജീവമായി നിൽക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു മൂന്നാമത്തെ ബലാത്സംഗ കേസ് അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഇമെയിൽ വഴി എത്തുന്നത്. ഈ കേസിൽ എന്നാൽ വളരെ വേഗത്തിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു. മറ്റൊരു ഒളിവുകാലം മുന്നിൽ കണ്ട അന്വേഷണ സംഘം അതിനൊന്നും സാവകാശം കൊടുക്കാതെ കോടതികളിലേക്ക് അറസ്റ്റ് തടഞ്ഞുള്ള അപ്പീലുകളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്താനുള്ള സാധ്യതകൾ അടച്ചുകൊണ്ട് അർദ്ധരാത്രി KPM ഹോട്ടലിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കസ്റ്റഡിയിലെടുക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.